ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് കമൻസ് കണ്ടു. ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആഡായി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അത് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ജൂലൈ 28 വരെ ആദ്യം വെയിറ്റ് ചെയ്യുക. നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവട്ടെ. അതിനുശേഷം കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. ഈ കറക്ഷൻ വിൻഡോയിൽ LBS ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇനി LBS ഈ കറക്ഷൻ നോട്ടിഫിക്കേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം അപ്ലോഡ് ചെയ്യാൻ പറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ വർഷം വെരിഫിക്കേഷനും കറക്ഷൻ വിൻഡോയും ഈവൻ ട്രയൽ അലോട്ട്മെൻ്റൊക്കെ വന്നതിന് ശേഷമാണ് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നത്. അതുകൊണ്ട് പല കുട്ടികൾക്കെന്നല്ല, ഒരു കുട്ടികൾക്കും ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആഡായി കിട്ടിയില്ല. അവരതിനു വേണ്ടി കോടതി അപ്പീലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നിങ്ങളുടെ ഭാഗ്യമാണ് നേരത്തെ കൂട്ടി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നത്. സോ നമുക്ക് ഈ കറക്ഷൻ വിൻഡോ ജൂലൈ 28 ശേഷമാണ്. അത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ജൂലൈ 28 വരെ വെരിഫിക്കേഷൻ്റെ സമയം. അത് കഴിഞ്ഞിട്ടേ എന്ത് വരുള്ളൂ, കറക്ഷൻ്റെ സമയം വരുള്ളൂ. അപ്പോൾ ഈ കറക്ഷൻ സമയത്ത് LBS നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചാൻസ് തരുമോ ഇല്ലയോ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ജൂലൈ 28 വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന അപ്ഡേറ്റ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ബേസ് ചെയ്ത് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.